പോറ്റിയെ കേറ്റി എന്ന് തുടങ്ങുന്ന ഗാനമാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇപ്പോൾ സർക്കാർ ടേൺ എടുത്തിരിക്കുന്നു. അതായത് ഇനി പുതിയ കേസൊന്നും എടുക്കില്ല, മറ്റേ കേസിൽ വലുതായിട്ട് അന്വേഷണത്തിന് പോകുന്നില്ല, മാത്രമല്ല മെറ്റയ്ക്കും യൂട്യൂബിനും ഒന്നും കത്തയക്കുന്നില്ല. വലിയ ഒരു പുറംതിരിഞ്ഞ് നിൽക്കലാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചത്. എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ കാര്യങ്ങൾ ഫലിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ രാമേന്ദ്രൻ സാറുണ്ട്, CR നീലകണ്ഠൻ സാറുണ്ട്. സാർ സ്വാഗതം. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുക? 1981 ഈ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ പാർട്ടിയായിരുന്നു സച്ചിദാനന്ദൻ. എന്നിട്ട് സച്ചിദാനന്ദനെതിരെ കേസെടുത്തു. അന്ന് അത് കുറേയൊക്കെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. സച്ചിദാനന്ദൻ പിന്നെ പാർട്ടിയുടെ കൂടെയൊക്കെ വന്നു. അന്ന് നായനാർ സർക്കാരാണ് സച്ചിദാനന്ദനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. പക്ഷെ അത്തരം കേസുകൾ ഒരു പാട്ട് പാടി എന്നൊന്നും പറഞ്ഞ് നിലനിൽക്കുന്നതല്ല. സച്ചിദാനന്ദനെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ അന്ന് 1981 അന്ന് സംഭവിച്ചെങ്കിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്നത്, മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്നതൊക്കെ നടക്കുമായിരുന്നു. പക്ഷെ ആ കാലത്തിൽ നിന്ന് പിണറായി വിജയൻ ഒട്ടും തന്നെ മുന്നോട്ട് പോയില്ല. ഈ കാലത്ത് ഇതൊന്നും നടക്കില്ല. ഈ കേസൊട്ട് കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കുകയില്ല. ഈ പാട്ട്, ഈ പാരഡി പാട്ട് എന്താണ് അതിൻ്റെ ഉള്ളടക്കം? അത് ഇവിടെ നടന്ന ഒരു ക്രിമിനൽ കുറ്റം വിളിച്ചോതുന്ന പാട്ടാണ് അത്. അതല്ലാതെ അത് അയ്യപ്പ വിരുദ്ധമോ വിശ്വാസി വിരുദ്ധമോ ഒന്നും ആയിട്ടുള്ള പാട്ടല്ല. ആ പാട്ടിൽ ഭക്തിക്കൊന്നും കുറവില്ല. അതുകൊണ്ട് മതവികാരം വ്രണപ്പെടാനും പോകുന്നില്ല. സ്വർണ്ണക്കൊള്ളയുടെ ഗൗരവം വോട്ടർമാരിൽ അരിച്ച് ഇറക്കുക എന്നുള്ള ഉദ്ദേശമാണ് ആ പാരഡി പാട്ടിലുള്ളത്. അത് നന്നായിട്ട് അത് നിർവഹിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഭക്തിയോടെ തന്നെയാണ് അയ്യപ്പനെ അതിൽ കണ്ടിട്ടുള്ളത്. ഇതിൽ പോലീസ് ബാധകമാക്കാൻ നോക്കിയത് BNS 299 വകുപ്പാണ്. മതവികാരം വ്രണപ്പെടുത്തി എന്നാണ്. ആ കേസ് നിലനിൽക്കുന്ന പ്രശ്നമേ ഇല്ല. കോടതി വരാതെ പോലും ഇത് നിൽക്കില്ല. അതുപ്രകാരം ഈ 299 അനുസരിച്ച് കേസ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ പറയുന്നത് ബോധപൂർവം മതവികാരം വ്രണപ്പെടുക എന്ന ലക്ഷ്യത്തോടെ പറയുകയോ എഴുതുകയോ ചെയ്ത വാക്കുകളിലൂടെയോ മറ്റ് സംവേദന വഴികളിലൂടെയോ പൗരന്മാരുടെ മതമോ മതവിശ്വാസമോ വ്രണപ്പെടണം. ചുരുക്കത്തിൽ ബോധപൂർവം മതവികാരം വ്രണപ്പെടുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ആക്ട് ആണെങ്കിൽ മാത്രമേ കേസ് നിലനിൽക്കുള്ളൂ. ഇതിങ്ങനെയല്ല. ഇത് ഈ സംഭവത്തിനൊക്കെ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് അദ്ദേഹം എഴുതിയ പാട്ടാണ്. മാത്രമല്ല, അന്വേഷിച്ചാൽ പിണറായി വിജയനെ അറിയാം. അദ്ദേഹം TK ഹംസയുടെ ഉത്തമ സുഹൃത്താണ്, ആത്മസുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നതും TK ഹംസയാണ്. ഈ എന്താണ് കുഞ്ഞുപിള്ള എന്ന FIR പറഞ്ഞിരിക്കുന്ന കുഞ്ഞബ്ദുള്ള. അപ്പോൾ അയ്യനെ പറ്റിയോ ശബരിമലയുടെ വിശ്വാസ പ്രമാണങ്ങളെ പറ്റിയോ ഇകഴ്ത്തി പാടിയാൽ മാത്രമേ കേസെടുക്കാൻ പറ്റുള്ളൂ. മല കയറുമ്പോൾ അയ്യപ്പന്മാർ സാധാരണ ചെയ്യുന്നത് എന്താണ്? ആനയെ കണ്ടാൽ, പുലിയെ കണ്ടാൽ, കള്ളനെ കണ്ടാൽ വിളിച്ചു പറയും. അതൊരു ആരാധനാ സംസ്കാരമാണ്. അപ്പോൾ ഇപ്പൊ കള്ളന്മാരുണ്ട് എന്നുള്ള കാര്യം വിളിച്ചു പറയുന്നു. ആ ആരാധനാ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള പാരഡിയാണത്. അപ്പോൾ വിശ്വാസത്തിനെ തച്ചു തകർത്തത് വാസുവിനെയും പത്മകുമാറിനെയും പോലുള്ള മാർക്സിസ്റ്റുകളാണ്. അപ്പോൾ ഈ കള്ളന്മാരെ പറ്റി അയ്യപ്പനോട് വിളിച്ചു പറയുന്ന ദൗത്യമാണ് ഈ പാരഡി പാട്ടിലുള്ളത്. ഭരണഘടനയുടെ 19(1)A പ്രകാരമുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 25 ഭരണഘടനയുടെ വകുപ്പ് 25 പ്രകാരമുള്ള ആരാധനാ സ്വാതന്ത്ര്യം അത് മനുഷ്യനുണ്ട്. അതുമൊക്കെ ഇതിൻ്റെ അകത്ത് നിലനിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇന്ത്യയിലെ ഒരു നിയമം വെച്ചിട്ടും ഈ കേസെടുക്കാൻ കഴിയില്ലായിരുന്നു. പിന്നെ നമുക്കറിയാം, ഈ പരാതി കൊടുത്തിട്ടുള്ള ആള് ഒരു മാർക്സിസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അനുജനാണ്. അപ്പോൾ ഇത് നിഷ്കളങ്കമായി സംഭവിക്കുന്ന ഒന്നുമല്ല. ഒരു മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒന്നും നിഷ്കളങ്കമായിരിക്കില്ല. ഇനി അയ്യപ്പ ഭക്തനാണ് DGP രവാഡ ചന്ദ്രശേഖർ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് ചെന്നാലും നടക്കില്ല മോനെ എന്ന് പറയാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇനിയും പാടാം, പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ.
അല്ല, ഞാനതിൽ കാണുന്ന ഒരു കാര്യം, ഒരു പാരഡി ഗാനത്തിൻ്റെ കവിതാ ആസ്വാദനമോ അതിലെ മറ്റേതെങ്കിലും ഇസ്തറ്റിക്സ് നമ്മൾ നോക്കാറില്ല. പാരഡി ഹാസ്യമാണ്. ഹാസ്യമാവുമ്പോൾ അതിലിപ്പോൾ കലാപവും മണി എത്രയോ പാട്ട് പാടിയിട്ടുണ്ട്, ഈ ട്യൂണിൽ തന്നെ പാടിയിട്ടുണ്ട്. നമ്മളാരും അതിൻ്റെ വരിയുടെ ശരിയാണോ, വൃത്തം ശരിയാണോ, അലങ്കാരം ശരിയാണോ, ഇസ്തറ്റിക് ശരിയാണോ ഒന്നും നോക്കാറില്ല. ഇപ്പം അതിൻ്റെ ചില തർക്കങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഇസ്തറ്റിക് ശരിയാണോ, ശരിയായിരിക്കും. ആ പാട്ട് മോശമെന്ന് വിചാരിക്കാൻ എനിക്കും രാമേന്ദ്രനും അവകാശമുണ്ട്, അത് നല്ലതെന്ന് വിചാരിക്കാൻ സിനുജിക്ക് അവകാശമുണ്ട്, അല്ലേ? അതുണ്ടല്ലോ. ഒരു പാട്ട് കേട്ടാൽ യേശുദാസിൻ്റെ പാട്ട് തന്നെ മോശമെന്ന് പറയുന്നവരുണ്ട്, അത് ഗംഭീരാന്ന് പറയുന്നവർ, അതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇപ്പം നമുക്കറിയാം 2018-19 കാലത്താണല്ലോ ഇവിടെ ഏറ്റവും വലിയ ശബരിമല പ്രശ്നം നടന്നത്. ആ ശബരിമല പ്രശ്നം നടക്കുന്ന കാലത്ത് ഈ CPM നേതാക്കന്മാർ എന്തൊക്കെ വൃത്തികേടുകളാണ് ശബരിമല അയ്യപ്പനെ പറ്റി വിളിച്ചു പറഞ്ഞത് എന്ന് നമുക്കറിയാമല്ലോ. അയ്യപ്പനെ കല്യാണം കഴിപ്പിക്കുന്നു, ആർത്തവ രക്തത്തിൽ മുക്കുന്നു. നമ്മുടെ സ്വരാജ് ഉണ്ടല്ലോ, പണ്ഡിതൻ ഗ്രാംഷി, നമ്മുടെ ആധുനിക ഗ്രാംഷി, അദ്ദേഹം പറഞ്ഞെന്താ, ഇവിടെ അദ്ദേഹം ഇവരുടെ കണ്ണീര് കൊണ്ട് നിറഞ്ഞുപോയി, കവിഞ്ഞുപോയി, അങ്ങനെ എന്തെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞ യഥാർത്ഥത്തിൽ അതൊക്കെ ആരെങ്കിലും പരാതി കൊടുത്തിരുന്നെങ്കിൽ ഈ വകുപ്പിൽ പെടുമായിരുന്നു കുറച്ച്. കാരണം എൻ്റെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ. പക്ഷെ അവിടെ പോലും സ്ത്രീ പ്രവേശനമെന്ന് സുപ്രീം കോടതി വിധിയായതുകൊണ്ട് ആ കേസ് നിൽക്കില്ല. സ്ത്രീകളെ കേസിൽ നിങ്ങൾക്കൊന്നും കേസെടുക്കാൻ പറ്റില്ല, കാരണം അത് മതപ്രകാരത്തിൻ്റെ പ്രശ്നമില്ല, സുപ്രീം കോടതി ഓർഡറാണ്. നേരെ മറിച്ച് ഈ ബാക്കി പറഞ്ഞ കഥാകാര്യങ്ങളുണ്ടല്ലോ, ഈ പറഞ്ഞ ആർത്തവ രക്തവും സംഗതിയൊക്കെ, ഷുവറായും ഒരു കേസുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം നിയമപരമായി നിൽക്കുമോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. എന്തായാലും കുഞ്ഞബ്ദുള്ളയുടെ പാട്ട് ഗംഭീരമായിട്ട് ഓടി, അത് ഇനിയും ഓടും. ഞാനിപ്പോൾ ഒരു സൈറ്റിൽ വായിച്ചത്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊന്നും വായിച്ചത്, അദ്ദേഹം വീണ്ടും ഒരു പാട്ട് എഴുതാൻ പോകുന്ന, അതായത് വാസു ജയിലിൽ കിടന്നുകൊണ്ട് മുഖ്യമന്ത്രിക്ക് എഴുതുന്ന ഒരു പാട്ട്. കത്തുപാട്ട് പഴയ ഇതാണല്ലോ, കത്തുപാട്ട് ഗൾഫുകാരുടെ ഒരു വീക്ക്നെസ്സാണ്. ഞാനൊരു പാട്ട് എഴുതാൻ ഇനിയിപ്പോൾ എഴുതുമെന്നറിയില്ല, കേസെടുത്തില്ല. കേസെടുക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വാസു ഞാൻ ഈ നിലത്ത് കിടക്കുന്നു അയ്യപ്പ. അദ്ദേഹത്തിൻ്റെ അയ്യപ്പൻ ശബരിമലയിലല്ലല്ലോ, തിരുവനന്തപുരത്തല്ലേ, ക്ലിഫ് ഹൗസിലല്ലേ. അപ്പം അദ്ദേഹത്തിന് ക്ലിഫ് ഹൗസ് അയ്യപ്പനോടെ പാടാൻ പറ്റുള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ ദൈവം അതാണ്. ഓരോരുത്തർക്കും ഓരോ ദൈവം ഉണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയില്ല. ദൈവത്തെ പോലെ കണക്കാക്കുന്നു എന്ന് ഒരു പറഞ്ഞിട്ടുണ്ട്. അപ്പം പത്മകുമാറോ ഒക്കെ പറഞ്ഞ്, കറകംപള്ളിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് വിശ്വസിക്കാം, എനിക്ക് മുഖ്യമന്ത്രി എൻ്റെ ദൈവമാണ് എന്നെനിക്ക് വിശ്വസിച്ചാൽ ഇവിടുത്തെ ആരാധനാ സ്വാതന്ത്ര്യം ഒരാൾക്ക് ചോദിക്കാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തിന് അത്ര വിശ്വാസമുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ കുഴപ്പമാകുമ്പോൾ എന്താ അറിയും, ഈ പാട്ട് യഥാർത്ഥത്തിൽ ആളുകൾ വിട്ടുകളയുമായിരുന്നു. ഒരു ഇലക്ഷൻ ഉണ്ടാക്കുന്ന പാട്ട് അതിന് ശേഷം ആരും നോക്കാറില്ല. നമ്മുടെയൊക്കെ റോഡിൽ കൂടി മാപ്പിളപ്പാട്ടിന്, അയ്യപ്പൻ പാട്ടിന്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ പള്ളിപ്പാട്ടിന് ഒക്കെ പാരഡി ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അടുത്ത ഒരാൾ കേരളത്തിലെ ഏറ്റവും അധികം പാരഡി എഴുതുന്ന, ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്ന ഒരാളുണ്ട്, അബ്ദുൽ ഖാദർ കാക്കനാട് എന്ന് പറഞ്ഞിട്ട്, എൻ്റെ അയൽവാസിയാണ്. അപ്പം അവൻ പറയും, ഞാൻ LDF എഴുതി കൊടുക്കും, UDF എഴുതി കൊടുക്കും, BJP എഴുതി കൊടുക്കും, എനിക്കൊരു പ്രശ്നം, എനിക്ക് കാശ് കിട്ടിയാൽ മതി, ഞാൻ എഴുതും, പാടും, റെക്കോർഡ് ചെയ്ത് കൊടുക്കും. പിന്നെ അപ്പം ഞാൻ പറഞ്ഞ അത് വേറൊരു സംഗതിയാണ്. ഇപ്പോൾ VD രാജപ്പൻ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാരഡി പാട്ട് ഉണ്ടാക്കിയിട്ടുള്ള VD രാജപ്പൻ ഇതേ പാട്ടിന് ഇതിന് തന്നെ ട്യൂണുണ്ടാക്കിയിട്ട്. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ട്യൂണിനോടാണോ ദേഷ്യം, അതിലെ വരികളോടാണോ ദേഷ്യം, അതോ ശാസ്താവ് അയ്യപ്പൻ എന്നൊക്കെ പറഞ്ഞതിനോടാണോ ദേഷ്യം, ഇതിനൊക്കെ പുറമെ ഇത് പുറത്തുവിടുന്ന ഒരു രാഷ്ട്രീയത്തിനോടാണോ ദേഷ്യം? ആരോ പറഞ്ഞു അത് വികാരം വ്രണപ്പെട്ടത് CPM-ൻ്റെയാണ്, അല്ലാണ്ട് മതവികാരമല്ല വ്രണപ്പെട്ടത്. അപ്പോൾ ഇതിൽ മൂക്ക് കിഴപ്പോട്ടായിട്ട് തലയ്ക്ക് ഇപ്പോഴും ഒരല്പം വെളിവിൻ്റെ അംശം ഏതോ തലയുടെ ഒരു ഭാഗത്തുള്ള CPM-കാർ മുഴുവൻ പറഞ്ഞു ഇത് മണ്ടത്തരം. സാംസ്കാരിക നായകന്മാർ എപ്പോഴും CPM-നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. പക്ഷേ ഈ കേസ് ADGP എങ്ങനെ എടുത്തു? ഞാൻ രാമേന്ദ്രൻ പറയുന്നതിനോട് യോജിക്കുന്ന ഒരാളാണ്. ആകസ്മികമായി വെറുതെ ഇപ്പോൾ ഞാൻ രാമേന്ദ്രൻ എന്നെ തല്ലിയെന്നുകൊണ്ടൊരു പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊണ്ടുകൊടുത്താൽ അതെടുത്ത് ഉടനെ എന്തെങ്കിലും ചിലപ്പോൾ FIR ഇട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് അന്വേഷിച്ച് രാമേന്ദ്രനെ വിളിച്ച് ചോദ്യം ചെയ്തു, എന്നിട്ട് FIR ഇട്ടു, അങ്ങനെയാണ്. ഇതൊന്നുമല്ല, അങ്ങനെ ഉണ്ടായതില്ല. ADGP എന്നാണ് വന്നത്. ഇത് ഒരു ലോക്കൽ CI സ്റ്റേഷൻ ഹെഡ് ഓഫീസർ എടുത്തൊരു കേസല്ലത്. ADGP എന്നാണ് വന്നത്. ADGP കേരളത്തിൽ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുകയും P ശശി ഡിഫാക്റ്റോ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സ്ഥലത്ത് ADGP അങ്ങനെ ഒരു കേസ് എടുക്കില്ല, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രാധാന്യം. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ വശം, ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോകാമെന്ന് എനിക്ക് ചിരി വന്നിട്ട് വയ്യ. ഇവർക്ക് എഴുത്തും വിലയെന്ന് പറയില്ലേ, ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പണിയില്ല, പിന്നെ ഉള്ളത് ഹൈക്കോടതിയിലാണ് പോണ്ട്. ഈ സാധനം കൊണ്ട് ഹൈക്കോടതി ചെന്നാൽ എന്തായിരിക്കും അവിടെ നിന്ന് കിട്ടാൻ പോണ അടി എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കേസുമായി ഒന്ന്
തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ആരെങ്കിലും പാടി ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് വെറുതെ പോയിട്ട് തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും സ്ഥാനാർത്ഥി ഇത് ഉപയോഗിച്ച് ജയിച്ചു എന്നോ തോറ്റു എന്നോ അല്ലെങ്കിൽ അങ്ങനെയല്ലേ തെരഞ്ഞെടുപ്പ് കേസ് പറ്റുള്ളൂ. അല്ലാണ്ട് തെരഞ്ഞെടുപ്പിന് ഇങ്ങനെ ഒരാൾ പാരഡി പാട്ടിറക്കി അതുകൊണ്ട് ഞങ്ങൾ തോറ്റു, ബാക്കിയുള്ളവർ ജയിച്ചവരൊക്കെ തോൽപ്പിക്കണം എന്നൊന്നും പറഞ്ഞ് കോടതിയിൽ പോകാൻ പറ്റില്ല. അപ്പൊ യഥാർത്ഥത്തിൽ കോടതിയിലും പോകാൻ പറ്റില്ല, ഒന്നും പോകാൻ പറ്റില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മുടെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു, ഇടതുപക്ഷ സുഹൃത്തുക്കൾ പറഞ്ഞു, മിണ്ടാതിരുന്നാൽ മതി, അത് അതിൻ്റെ വഴിക്ക് പൊക്കോളും, അത് അതിൻ്റെ വഴിക്ക് പൊക്കോളും. ഇപ്പം എന്തായി? ഇപ്പം ലോകം മുഴുവനായി. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു, ഒരു ചൈനക്കാരൻ ഇട്ടിട്ട് പാട്ടിട്ടിട്ട് പോകും. അത് എവിടെയാണെന്ന് എനിക്കറിയില്ല, ഇതാണോ ഇനി ആണോ എന്നറിയില്ല. ഈ പൊറ്റിയെ കയറ്റിയെ എന്ന് പറഞ്ഞുള്ള പാട്ടിട്ടിട്ട് ചൈനക്കാരൻ പോവാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം ജിമിക്കി കമ്പലും ആഗോളമായിട്ട് കേട്ടോ. താളമല്ലേ, അർത്ഥമൊന്നും മനസ്സിലാവില്ല. താളാണ്. നമ്മള് മറ്റേ ആഫ്രിക്കൻ സംഗീതം ആസ്വദിക്കാൻ ഒരക്ഷരം അറിയില്ല. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇപ്പോ എങ്ങനെയാണ് നമ്മുടെ തായമ്പകയും അല്ലെങ്കിൽ ചെണ്ടമേളമൊക്കെ മറ്റുള്ളവർ ആസ്വദിക്കുന്നത്? അതൊരു താളാണ്. ദലേർമാന്തിയുടെ എന്ത് മനസ്സിലായിട്ട് ഒന്നും ആയിട്ടല്ല. അപ്പൊ ആ താളത്തിലേക്ക് ഇത് കൊണ്ടുവന്നു. ആ താളം മാത്രമല്ല, ഈ താളവും യഥാർത്ഥത്തിൽ ഒറിജിനൽ താളം അല്ല എന്നാണ് പറയുന്നത്. ഇത് ഈ നാഗൂർ പള്ളി അല്ല, അങ്ങനെ ഒരു വാദമുണ്ട്. ഞാൻ പറഞ്ഞേ ഉണ്ടാവുന്നേ, കാരണം ഈ താളം ചിലപ്പോൾ ആഫ്രിക്കയിൽ ഉണ്ടാവും. നിങ്ങൾ പോയ നാളെ ആഫ്രിക്കയിൽ ആരെങ്കിലും ഈ താളം പാട്ടുണ്ടാവും. അത് നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇത് ഹിന്ദുവിന്റെ താളോ ക്രിസ്ത്യാനിയുടെ താളോ മുസ്ലിമിന്റെ താളോ ഒന്നുമില്ല, അയ്യപ്പനും താളമില്ല, ഗുരുവായൂരപ്പനും താളമില്ല. ഞാൻ അതിനെ കാണുന്നത് ഇവർക്ക് ഈ തോൽക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിലേക്ക് ഇവർ പോവുകയാണ്. ഒരു ഘട്ടത്തിൽ ഇവർ ഭയങ്കര വിജയം പ്രതീക്ഷിച്ചു. എനിക്കറിയില്ല, ഇവർ കഴിഞ്ഞ ഇലക്ഷന് വലിയ വിജയം പ്രതീക്ഷിച്ചു. പിണറായി വിജയൻ്റെ പടം കണ്ടാൽ എല്ലാവരും വോട്ട് ചെയ്യും, 2000 രൂപ പെൻഷൻ കൊടുത്താൽ വോട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞു ആകെ. അപ്പോൾ പക്ഷേ അതിൽ എല്ലാ പ്രതീക്ഷയും തെറ്റി. ഇപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു അടിത്തറ പോയിട്ടില്ല, മേൽക്കൂരയെ പോയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്നാലും മഴ പെയ്യുമ്പോൾ മേൽക്കൂര വേണം. അപ്പോൾ ഇത് പോയില്ല. പക്ഷേ അവർക്ക് ഇന്ന് മനസ്സിലായി ഇത് വലിയ പ്രശ്നമാണ്. ഈ മനസ്സിലാവലാണ് അവരെ സംബന്ധിച്ചിടത്തോളം വിറളിയായത്. യഥാർത്ഥത്തിൽ അങ്ങനെ തോറ്റാൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ ആൾ പറയും. അത് പറയുന്നത് വേറെയാ. ഇതങ്ങനെയല്ല. ഇത് ഉള്ളിലിങ്ങനെ വിഷമിച്ചിട്ടാണ് എനിക്കൊരു വിഷമമില്ല എന്ന് പറയുന്നത്. ഇവർക്ക് വലിയ തോതിലുള്ള ഒരു തോൽവി ഇവരുടെ മുമ്പിൽ ഇനി നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ട്. ഈ അയ്യപ്പൻ്റെ ഇത് തിരുവാഭരണം പോയ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും 2-3 അറസ്റ്റ് കൂടി നടക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന, ഹൈക്കോടതിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സംഗതി. അങ്ങനെ വന്നാൽ മുൻ മന്ത്രിയിലേക്കോ മുൻ ദേവസ്വം ബോർഡിലേക്കോ എവിടേക്കെങ്കിലുമൊക്കെ വന്നാൽ പിന്നെ CPM കൈ കഴുകാൻ പറ്റില്ല. ഇനിയിപ്പോൾ വർത്താനം പറഞ്ഞില്ല, ഇനി അറസ്റ്റ് ചെയ്യപ്പെടാനുള്ളവരൊക്കെ CPM ഉന്നത നേതാക്കന്മാരാണ്. അങ്ങനെ വന്നാൽ ഇത് വലിയ തോതിൽ തിരിച്ചടിക്കും. ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇന്നലെ യോഗം കൂടി പറഞ്ഞിട്ടുണ്ട്. CPM പറഞ്ഞു ശബരിമല ഒന്നുമില്ല എന്ന് പിണറായി വിജയനും മറ്റേ MV ഗോവിന്ദനും പറഞ്ഞു. പക്ഷെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് അറിയാം ഇത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വർദ്ധിപ്പിക്കാനേ ഈ കോലാഹലം സഹായിക്കും. അല്ലെങ്കിൽ ഇത് വിട്ടുകളഞ്ഞാൽ മതി. ഏത് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമില്ല, ഒന്നുമില്ല, അവർ വൃത്തിയായിട്ട് പാട്ട് പാടി അങ്ങനെ പറയാമല്ലോ. ഇസ്തറ്റിക്കലി പറയാം ആ പാട്ട് മഹാമോശം പാട്ടാണ്, ആയിക്കോട്ടെ, പാട്ട് മഹാമോശം പാട്ടാണ്, ആരും കേൾക്കണ്ട, ഞങ്ങൾ കേൾക്കുന്നില്ല എന്ന് വേണ്ടി പറയാമല്ലോ. ആ രീതിയിലേക്ക് വിടാനുള്ള ആ ഒരു ബോധവും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇതുവരെ നടത്തിയ പ്രസംഗങ്ങളും 6-ാം തിരുമുറിവ് മുതൽ നമ്മളൊക്കെ അതിന് സമരം ചെയ്ത 6-ാം തിരുമുറിവ് മുതൽ ഇങ്ങോട്ട് ഖദീജ ബീവിയുടെ പ്രശ്നങ്ങളും ഒക്കെ വന്നപ്പോഴും മറുപക്ഷത്ത് നിന്ന ആളുകൾ വളരെ പെട്ടെന്ന് ഭക്തന്മാരാവുകയും മറ്റേ കാക്കൽ വീഴുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിലെന്തോ കുഴപ്പമുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഇവരെ വിരൽ പിടിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് തിരിച്ചു കിടക്കണമെങ്കിൽ കുറച്ച് പാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും കാലം മാറുന്നതിനനുസരിച്ച് മാറി ചിന്തിക്കാൻ CPM ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുതന്നെയാണ് ഈ ഗാനത്തെ ഇത്ര വിവാദമാക്കിയത്. ഇനിയെങ്കിലും ആ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അവർ പിന്മാറുമോ അല്ലെങ്കിൽ മാറി ചിന്തിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.